ഒരു നായ വെള്ളത്തിൽ മുങ്ങി മരിക്കുവായിരുന്ന ഒരു ആൺകുട്ടിയെ കണ്ടെത്തുന്നു. അത് അവന്റെ വസ്ത്രത്തിൽ കടിച്ചു പിടിച്ചു വലിച്ച് CPR നൽകാൻ ശ്രമിച്ചു. എന്നാൽ നായയ്ക്ക് വലിപ്പം കുറവായതിനാൽ ആൺകുട്ടി പ്രതികരിച്ചില്ല. നായ ഓടി ഒരു തകർന്ന പാലത്തിനടുത്തെത്തി. കുട്ടിയുടെ സ്ഥാനം തിരിച്ചറിഞ്ഞ് തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് ചാടി അത് ഒടുവിൽ അവനെ രക്ഷിച്ചു. ജീവൻ രക്ഷിച്ച ആ നായയോടുള്ള നന്ദി സൂചകമായി ആൺകുട്ടി അതിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവന്റെ മാതാപിതാക്കൾ അതിനെ വളർത്താൻ അനുവദിച്ചില്ല. അതിനാൽ അവൻ രഹസ്യമായി അതിനെ വീട്ടിലെത്തിച്ചു. മുറ്റത്തേക്ക് കയറിയ ഉടൻ തന്നെ അയൽവാസിയുടെ ടെഡി ബിയറിനെ കണ്ട് നായ ശ്രദ്ധ തിരിച്ചു. വേറെ വഴിയില്ലാതെ ആൺകുട്ടി അതിനെ എടുത്തുകൊണ്ടുപോയി. അന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ ആൺകുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ നായ ജനാലയ്ക്കൽ കിടന്ന് യാത്ര പറയുമായിരുന്നു. ഉച്ചയ്ക്ക് അവൻ തിരിച്ചു വരുന്നതും കാത്ത് വാതിലിന് അരികിൽ കാത്തു നിൽക്കുമായിരുന്നു. എന്നാൽ അത് ശരിക്കും കാത്തിരിക്കുകയായിരുന്നില്ല. പകരം ദിവസം മുഴുവൻ വീടിനുള്ളിൽ ഇരുന്നതിനാൽ പുറത്തുപോയി ബാത്റൂമിൽ പോകാൻ ആഗ്രഹിക്കുമായിരുന്നു. കാലക്രമേണ ഈ നായ എത്രമാത്രം ബുദ്ധിമാനാണെന്ന് ആൺകുട്ടി തിരിച്ചറിഞ്ഞു. ഒറ്റനോട്ടത്തിൽ തന്നെ അത് സ്കേറ്റ് ബോർഡ് ഓടിക്കാൻ പഠിച്ചു. ആർക്കേഡിലെ റേസിംഗ് ഗെയിമുകളിൽ അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചു. വാരാന്ത്യങ്ങളിൽ അത് ആൺകുട്ടിയുടെ ഹോംവർക്ക് ചെയ്യാൻ പോലും സഹായിച്ചു. യഥാർത്ഥ ഉടമ ആരാണെന്ന് ആൺകുട്ടിക്ക് ചിലപ്പോൾ സംശയം തോന്നിയിരുന്നു. നായ വളരെ കുസൃതിയുമായിരുന്നു. ആൺകുട്ടിയോടൊപ്പം ഒളിച്ചു കളിക്കാൻ അതിന് വലിയ ഇഷ്ടമായിരുന്നു. നായ കാണാതെ എന്ന് കരുതി അവൻ പലതവണ വിളിച്ചു പോയി. ഒടുവിൽ ഒരു ഓയിൽ ഡ്രമ്മിനുള്ളിൽ നിന്ന് അത് പുറത്തു വന്നപ്പോൾ ആൺകുട്ടിക്ക് വലിയ ആശ്വാസമായി. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് അവൻ കർശനമായി പറഞ്ഞു. കാരണം അവന് വേറെ സുഹൃത്തുക്കളിലായിരുന്നു. അതിനെ നഷ്ടപ്പെടുമോ എന്ന് അവൻ ഭയപ്പെട്ടു. നായ കുറ്റബോധത്തോടെ തല താഴ്ത്തി. എന്നാൽ ആൺകുട്ടി വീട് മാറിപ്പോയ ദിവസം നായ എവിടെയും കാണാനില്ലായിരുന്നു. അത് അയൽവാസിയുടെ ഡെഡിയെ കാണാൻ പോയതായിരുന്നു. നായ തിരിച്ചെത്തിയപ്പോഴേക്കും ആൺകുട്ടി അവിടെ വീട്ടിരുന്നു. നായ ഉടൻ തന്നെ അവന്റെ പിന്നാലെ ഓടി. ആൺകുട്ടി ജനാല തുറന്ന നായ അകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചെങ്കിലും അവന്റെ അച്ഛൻ അതിനെ തട്ടിമാറ്റി കാറിന്റെ വേഗത കൂട്ടി. നായ വിട്ടു നിൽക്കാൻ തയ്യാറായില്ല. മണം പിടിച്ചത് നിരന്തരം പിന്തുടർന്നു. നായ വഴി തെറ്റി പോകുമെന്ന് ഭയന്ന് ആൺകുട്ടി പോകുന്ന വഴിയിൽ അടയാളങ്ങൾ ഇട്ടിരുന്നു. രാവും പകലും തളർന്നു വീഴുന്നത് വരെ നായ അവനെ പിന്തുടർന്നു. ഒടുവിൽ വൈപ്പോക്കനായ ഒരാൾ അതിനെ കണ്ടെത്തി. പക്ഷെ ഇയാള് ഒരു നായ വ്യാപാരിയായിരുന്നു. പിടിയിലാകാൻ ആഗ്രഹിക്കാത്ത നായ കുഴിയെടുക്കാൻ തുടങ്ങി. മറ്റു നായ്ക്കൾ കണ്ണാടികൾ ഉപയോഗിച്ച് വ്യാപാരിയുടെ ഓരോ നീക്കവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നായ കുഴിയിലൂടെ പുറത്തു കടന്നു. ഓരോ നായി മറ്റു നായകളുടെ കൂടിന്റെ വാതിൽ തുറന്ന് അവയെല്ലാം സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. അവ ഒന്നിച്ചാണ് രക്ഷപ്പെട്ടതെങ്കിലും ആ നായ അവരിൽ നിന്ന് വേർപിരിഞ്ഞു. ഉടമസ്ഥനെ കണ്ടെത്താൻ അത് ഉറച്ചു തീരുമാനിച്ചു. ഒടുവിൽ കഠിനമായ തിരച്ചിലിനൊടുവിൽ നായ ആൺകുട്ടിയുടെ പുതിയ വീട്ടിലെത്തി. അവനെ നോക്കി ഓടിയെങ്കിലും മറ്റേതൊരു നായെ ആൺകുട്ടി കൊണ്ടു നടക്കുന്നത് കണ്ട് അത് തകർന്നുപോയി. തന്നെ വഞ്ചിച്ചെന്ന് കരുതി നായ തിരിഞ്ഞു നടന്നു. എന്നാൽ വാസ്തവത്തിൽ അയൽവാസിയായ പ്രായമായ സ്ത്രീയുടെ നായ നടക്കാൻ കൊണ്ടുപോവുകയായിരുന്നു അവൻ. തനിക്കൊരു അതുല്യമായ നായുണ്ടെന്ന് അവൻ ആ സ്ത്രീയുടെ അഭിമാനത്തോടെ പറയുമായിരുന്നു.